ആൻഡ്രോയിസ് ഞാനൊരു ഇത് വായിക്കാം. ദ ഇൻവെസ്റ്റിഗേഷൻ ഡൺ ബൈ ഇ ഡി ബിഫോർ ഇ ഡി മുൻപ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ് പറയുന്നത്. ഷോഡ് ദാറ്റ് ദ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ജനറേറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് ഓഫ് CMRL ലീഡ് ബൈ SN ശശിധരൻ കർത്ത ആൻഡ് ബ്രൈബ് ടു പെയ്ഡ് വേരിയസ് പേഴ്സൺസ്. ആരാ ഈ വേരിയസ് പേഴ്സൺസ്? വീണ മാത്രമേ ഉള്ളൂ. അതിന് തൊട്ട് മേലെ പറഞ്ഞിരിക്കുന്നത് SFI ഇൻവെസ്റ്റിഗേഷൻ റിവീൽഡ് ദാറ്റ് ക്യാഷ് എക്സ്പെൻസ് ഓഫ് 182 crores വാസ് ഡൺ ബൈ CMRL over span of 50 years which has used for bribe various persons. ഈ രണ്ട് കാര്യത്തിൻ്റെ അകത്ത് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഒന്നാമത്തെ കാര്യത്തിൻ്റെ അകത്ത് 182 കോടി 15 വർഷമായി വിവിധ ആൾക്കാർക്ക് കൈക്കൂലി കൊടുത്ത പണം എന്ന് പറഞ്ഞിരിക്കുന്നു ഫസ്റ്റത്തെ പാരഗ്രാഫിൽ. രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ തുടക്കം അങ്ങനെയാണ് പറയുന്നത്, എന്ത് ഇതിൽ നിന്നും ശശിധരൻ കർത്തയുടെ മൊഴി പ്രകാരം ബ്രൈബ് കൊടുത്ത ബാക്കി പ്രധാനപ്പെട്ട ആൾക്കാർ, അതിലൊരാളായ ദ വീണ ഈസ് വൺ ഓഫ് ദ റെസിപ്റ്റൻ്റ് ഓഫ് മണി ഫ്രം CMRL വിത്തൗട്ട് rendering any service. Either ED had conducted search on Mrs. Veena and promoters of CMRL 27/5/2026 എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്കിതിനകത്ത് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 182 കോടിയിൽ ഈ പറയുന്ന 2.78 കോടി കഴിച്ചിട്ട് ബാക്കി വരുന്ന 179 കോടി ആർക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? വാലിഡായ ക്വസ്റ്റ്യൻ അല്ലേ? ഈ 179 കോടിക്ക് പോവാതെ ഒരേ ഒരു SFI അന്വേഷണത്തിന് മേലെ 2.79 കോടിക്ക് വേണ്ടി മാത്രം എന്തായിരിക്കും ഇത്ര ED കഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ള അതിനുള്ള മറുപടി മനോരമ എന്ന് വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ അറിയോ? റിയാസിലേക്കും ചോദ്യമുന. അക്കൗണ്ടിലെത്തിയ പണം സംബന്ധിച്ച് കൃത്യമായ മറുപടി ഇല്ല. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് MLA ചോദ്യം ചെയ്യാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നിയമോപദേശം തേടി. CMRL ഉടമകളും വീണയും നൽകിയ മൊഴികളുടെയും റെയ്ഡുകളുടെ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണിത്. CMRL നൽകിയ പണം വീണയുടെ അക്കൗണ്ടിൽ നിന്നും റിയാസിൻ്റെ അക്കൗണ്ടിലേക്കും അവിടെ നിന്ന് പലവരുടെ അക്കൗണ്ടിലേക്കും മാറ്റിയിട്ടതായി ED കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ 2015-16 കാലയളവിൽ റിയാസ് വീണയെ കല്യാണം കഴിക്കാത്ത കാലത്ത് തന്നെ വീണയുടെ അക്കൗണ്ടിലേക്ക് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന 2.78 കോടി രൂപ വാങ്ങിയ പൈസ റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നാണ് മനോരമ പറയുന്നത്. ഇതാര് പറയുന്നില്ല? ഇത് ED പറയുന്നില്ല. ED ഇതുവരെ ഇറക്കിയിട്ടുള്ള ഒരു പ്രസ് റിലീസിനും റിയാസിൻ്റെ പേരേ പറഞ്ഞിട്ടില്ല, നിയമോപദേശം നേടിയെന്ന് പറഞ്ഞില്ല. അതിൽ കൂടാതെ മനോരമ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഇത് സംബന്ധിച്ച് 2 തവണ ഫോണിൽ റിയാസിനോട് വിശദീകരണം ചോദിച്ചു. ഞാനത് വിശ്വസിക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണ്? ഒരിക്കലും EDനെ പോലെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടർ ഫോണിൽ വിളിച്ചിട്ട് നിങ്ങൾ 2.78 കോടി അവിടേക്ക് വീണേൻ്റെ അക്കൗണ്ടിൽ നിന്ന് കിട്ടിയിരുന്നോ എന്ന് ഒരിക്കലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്താണ് ഇതിന് കൃത്യമായി മറുപടി നൽകാൻ റിയാസിന് കഴിഞ്ഞിട്ടില്ല. റിയാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം കൈമാറ്റം ചെയ്ത അക്കൗണ്ടിൽ ഇപ്പോൾ വ്യക്തമായ വീണയ്ക്കും മറുപടിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പോൾ ED രാവിലെ റിയാസിനെ വിളിച്ച് ചോദിക്കാം, റിയാസ് ഒരു 2.78 കോടി രൂപ നിങ്ങൾ വീണൻ്റെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ കിട്ടിയോ എന്ന് ചോദിച്ചു. അതിന് മറുപടി ഇല്ല. അത് വീണേനോട് ചോദിച്ചു, മറുപടി ഇല്ല. അതുകൊണ്ട് അന്വേഷണം റിയാസിലേക്ക് നീളുകയാണെന്ന് എഴുതി വെക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ചരിത്രം. ഇത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, 179 കോടി രൂപ ഒഴിവാക്കിയിട്ട് ED പോയി 2.78 കോടിയിലേക്ക് പോകുമ്പോൾ അതിലൊരു രാഷ്ട്രീയമില്ലേ? ആ രാഷ്ട്രീയമല്ലേ കേരളം ചർച്ച ചെയ്യേണ്ടത്? അതുകൊണ്ട് ഈ 179 കോടി രൂപയ്ക്ക് അന്വേഷണം. അപ്പം ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒന്നാം ഘട്ടം EDയുടെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് എന്താ? വീണയിൽ നിന്നുള്ള അന്വേഷണം ആണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് പറയാം. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ആദ്യം അന്വേഷണം നടക്കേണ്ടത് എവിടെയാ? ഈ ശശിധരൻ കർത്തയിലല്ല ആദ്യം നടക്കേണ്ടത്. 182 കോടി രൂപ കൊടുത്ത ശശിധരൻ കർത്തേൻ്റെ എത്ര കോടി രൂപേൻ്റെ അസറ്റ് കണ്ടുകെട്ടി? എത്ര കോടി രൂപേൻ്റെ കേസ് ശശിധരൻ കർത്തയ്ക്ക് എടുത്തു? കാരണം അദ്ദേഹമാണല്ലോ ഈ 2.78 കോടി എടുത്തതിനേക്കാളും ഇത് മൊത്ത കച്ചവടം നടത്തിയ ആളാരാ? ശശിധരൻ കർത്തയാണ്, CMRL ആണ്. അവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അപ്പോൾ വേറെ ആർക്കെങ്കിലും ഒരു നോട്ടീസ് കൊടുത്തായിട്ട് നമുക്കറിയോ? ശശിധരൻ കർത്തേൻ്റെയും വീണ വിജയൻ്റെയും വീട്ടിലല്ലാതെ, അല്ലെങ്കിൽ വീണ ടിയുടെ വീട്ടിലേക്കല്ലാതെ വേറെ ആരെങ്കിലും നോട്ടീസ് കൊടുത്തത് അറിയാൻ പറ്റുമോ നമുക്ക്? പിന്നെ അടുത്ത എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ ഈ CMRലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഏതെങ്കിലും നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും കേസ് എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും കേസുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? റിയാസിനെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഈ പാർട്ടി പ്രതിരോധത്തിലാവുക? ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതി പിടിപ്പിക്കുന്ന സംവിധാനമാണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെയാണ് പിന്നെ പാർട്ടി ഇതിനകത്ത് പ്രതിരോധത്തിലാവുക?
അതിനൊരു മറുപടി പറയണ്ട. കാരണം പിണറായി വിജയൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രശ്നമാണത്. റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസിൻ്റെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നം തന്നെയാണ്. അവരതിനകത്ത് പ്രതിരോധത്തിലാണ്. പക്ഷേ എങ്ങനെ പാർട്ടിയുടെ പ്രതിരോധത്തിലാവുക? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കാം. അപ്പം റിയാസുമായി ബന്ധപ്പെട്ട ഒരു കേസ് നടക്കുന്നു. റിയാസിൻ്റെ കൂട്ടുകാരെയും സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് നടത്തുക. അല്ലെങ്കിൽ വീണയെ ബന്ധപ്പെട്ട കേസ് നടത്തുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ചോദ്യം ചെയ്യുക. അതിനങ്ങനെ ഈ പാർട്ടീനെ കൂട്ടിക്കൊടുത്തത് എന്തിനാണ്? ആവശ്യം എന്താണ്? പാർട്ടീനെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്, പാർട്ടിയിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 178 കോടി രൂപ വേണ്ടാത്ത ഇഡിക്ക് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് ഈ 2.78 കോടി മതിയോ? അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഈ 182 കോടി രൂപയിൽ ഏറ്റവും കൂടുതൽ കോടി മേടിച്ച ആളുടെ അടുത്തേക്ക് ആദ്യം പോകേണ്ടത്. അപ്പം ഞാൻ പറയും 15 കോടി മേടിച്ച ഒരാളുണ്ടെന്ന് നോക്കുക, അല്ലെങ്കിൽ 5 കോടി മേടിച്ച മാധ്യമം ഉണ്ടല്ലോ ഇവിടെ, 5 കോടി 4 കോടി മേടിച്ച മാധ്യമങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അവിടേക്കൊക്കെ ആദ്യം പോകണ്ടേ? ആ 4 കോടി മേടിച്ച ആദ്യത്തെ അടുത്തേക്ക് ആദ്യം പോവുക, അതിൽ 10 കോടി മേടിച്ച ആളുടെ അടുത്തേക്ക് ആദ്യം പോവുക, 3, 4, 5 പ്രാവശ്യം പണം മേടിച്ച ആൾക്കാരിലേക്ക് ആദ്യം പോവുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് ഒരു ഡിസ്കഷനെങ്കിലും നടന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഞാൻ പറയുന്നത് എന്താണ്, ഒരു കമ്പനി ടു കമ്പനി ഒരു ട്രാൻസാക്ഷൻ നടന്നു. ആ ട്രാൻസാക്ഷൻ്റെ ഭാഗമായിട്ട് ഇവർ പറയുന്നു സർവീസ് അവിടെ കൊടുത്തു എന്ന് പറയുന്നു, ഇവർ സർവീസ് കൊടുത്തില്ല എന്ന് പറയുന്നു. അതിനൊരു ഡിസ്പ്യൂട്ട് ഉണ്ട്. ആ ഡിസ്പ്യൂട്ട് ആരാണ്? SFI അന്വേഷിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രൊസീഡിങ്സ് കഴിയുമ്പോൾ അവിടെ നടക്കുന്നുണ്ട്, അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്, അതിന് ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്, അതിൽ കോടതി വാദം കേൾക്കുന്നുണ്ട്. ഒക്കെ ഈ പറഞ്ഞ 2.78 കോടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടല്ലോ. ഇതൊന്നും നടക്കാത്ത 179 കോടിയില്ലേ, കൈക്കൂലി മേടിച്ചിട്ടങ്ങ് പോയി. കൈക്കൂലി മേടിച്ചിട്ട് ആ പൈസയും മുക്കിയിട്ട് ആൾക്കാർ പോയി. അവിടേക്ക് എന്താ നോട്ടീസ് കൊടുക്കാത്തത്? അപ്പം ഇതിനകത്ത് എന്താണ് ഈ വീണ വിജയൻ്റെ അടുത്തേക്ക്, അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ആരാണ് ഇതിനകത്ത്. അതാണ് ഞാൻ ഏറ്റവും കണ്ടത്. എന്താണെന്ന് അറിയോ? ദ CMR ടുവേർഡ്സ് ദ പേയ്മെൻറ്റ് ഓഫ് മിസ്സിസ് പിന്നെ അതിൻ്റെ വാല്യൂ, അതാണ് അതിൻ്റെ വാല്യൂ. ഇത് മനസ്സിലാക്കിയാൽ മതി. ഇനി ഇപ്പം അതിനെ ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താ അറിയോ, ഇത് ഒന്നാമത്തെ ഘട്ടമാണ്. ഇപ്പം ആരെയാണ് വേണ്ടത്? ഇപ്പം CPMനെയും ഈ പാർട്ടിയെയാണ് ആവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് കുറച്ച് നാളല്ലേ ഉള്ളൂ, 90 ദിവസമല്ലേ ആയിട്ടുള്ളൂ. 90 ദിവസം ഇപ്പോഴത്തെ CPMനെയും ഇവരെ മാത്രമേ ആവശ്യമുള്ളൂ. EDയുടെ 2ാം ഘട്ടം എപ്പോഴായിരിക്കും അറിയോ? 2ാം ഘട്ടം ഒരു വർഷം കഴിഞ്ഞോട്ടെ, ഇവരൊന്ന് പെർഫോം ചെയ്ത് വരട്ടെ. അപ്പോഴത്തേക്ക് ഈ സാധനം എടുത്താൽ മതി. അതായത് CMRLൻ്റെ 2ാം ഘട്ടത്തിലുള്ള നോട്ടീസ് 182 കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് പോയ അന്വേഷണത്തിന് നോട്ടീസ് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ 2ാം ഘട്ടം അതായിരിക്കും. 3ാം ഘട്ടം അതാ. 3ാം ഘട്ടം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെ പിടിക്കണോ അവരുടെ ഭാഗത്തേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുക ഇതെങ്ങനെയാണ്? ഇത് പാർട്ടി വിശദീകരിക്കണ്ടേ? എങ്ങനെയാണ് ഇത് പാർട്ടി വിശദീകരിക്കുക? പാർട്ടി നേരത്തെ പറഞ്ഞെന്താണ്, വീണ വിജയൻ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന ആൾ ഒരു സ്വതന്ത്ര കമ്പനി നടത്തുന്ന ആളാണ്. അവർ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അവർക്ക് അതിന് മറുപടി കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. അതുമായി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയണം എന്നുള്ള അതിനെ പ്രതിരോധിക്കേണ്ട കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യം ഉണ്ടെന്നറിയോ, ഇതുവരെ ഒരു നോട്ടീസ് കിട്ടാത്ത, ഇതുവരെ പേര് പരാമർശിക്കാത്ത CPMൻ്റെ MLAയുടെ പേര് പത്രത്തിൽ അടിച്ചു പറ്റി അവർ പ്രതിരോധിക്കണ്ടേ? ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പ്രതിരോധിക്കണ്ടേ? ഇതുവരെ നോട്ടീസ് കിട്ടാത്ത പിണറായി വിജയനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രതിരോധിക്കണ്ടേ? അത് പാർട്ടിയുടെ കടമയാണ്. ഞാൻ പറയുന്നത് അത് പാർട്ടി പ്രതിരോധിക്കണം തന്നെയാണ്. അല്ലെങ്കിൽ എന്താ അറിയോ, നിങ്ങൾക്ക് ഇതിനെല്ലാം മറുപടി ഇല്ല എന്നുള്ളതായിരിക്കും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇത് വീണയെ വിശദീകരിക്കേണ്ടതാണ് കേട്ടോ. കാരണം ഇന്നത്തെ ലോകം അങ്ങനെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, നിങ്ങൾ ചെയ്തത് മുഴുവൻ കുറ്റമാണെന്ന് ചിന്തിക്കുന്ന ലോകമാണ്. അതിൻ്റെ ഭാഗത്ത് പോയി വീണ് കൊടുക്കും. ഇത്രയും നാളും ജനങ്ങൾ ചോദിക്കുന്നത്, അയ്യോ 2.78 വീണ അടിച്ചു മാറ്റി, അവിടുന്ന് കുറേ പിണറായി വിജയൻ്റെ മകളായതുകൊണ്ട് കുറേ പൈസ കട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പറയുന്നതെന്ന് പറയണമെന്നേ, നല്ല ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾ പിണറായി വിജയൻ്റെ മകളാണ്. അതിൻ്റേതായ ഒരു പ്രിവിലേജ് നിങ്ങൾക്ക് എല്ലാ കാലത്തും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ താമസിച്ച ക്ലിഫ് ഹൗസിലാണ്, നിങ്ങൾ താമസിച്ചത് പിണറായി വിജയൻ്റെ കൂടെയാണ്, മുഖ്യമന്ത്രിയുടെ കൂടെയാണ്. അതിൻ്റെ പ്രിവിലേജ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതായ മറുപടി പറയേണ്ടി വരും. അതെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയേണ്ടു. അല്ലെങ്കിൽ എന്താണ്, മറുപടി പറയാത്തോടത്തോളം കാലം ജനങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഉള്ളു എന്ന് വിചാരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, Meet the editors.